അതുകൊണ്ട് CBIക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഈ കേസിനകത്തില്ല. അതുകൊണ്ട് സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇതിനകത്ത് കൈ കടത്തിയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലുണ്ടെങ്കിൽ അവരെ കൂടെ പ്രതി ചേർത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഗട്ട്സ് വേണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്. അല്ലാതെ ശബരിമലയിൽ നിന്ന് പോയ ആ ഒറിജിനൽ സാധനങ്ങൾ എവിടെയെന്നാണ്, അയാളെ ശബരിമലയെ കൊണ്ട് മുട്ടിച്ചത് ആരൊക്കെ എയ്റോപ്ലെയിൻ അവിടെ വന്നത്, സർക്കാരിന് ഇതിനകത്ത് തീരുമാനിക്കാൻ ഒരു അവകാശവും അധികാരമില്ല. ഹൈക്കോടതിയുടെ പിടി വീണപ്പോഴല്ലേ അങ്ങേര് കൊണ്ടുപോയി ഇന്ന സാധനങ്ങളൊക്കെ കാണാതെ പോയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിക്കാൻ കൂട്ടുനിന്നുള്ള വകുപ്പ് കിടപ്പുണ്ടല്ലോ, അതനുസരിച്ച് അവരെ പ്രതിയാക്കാമല്ലോ. അയ്യപ്പൻ്റെ സ്വത്ത് മോട്ടിച്ചവരെ പിടിച്ചോണ്ടുപോയി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ക്രിസ്മസ് അവധി കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. കേസ് ഏറ്റെടുക്കാൻ ഒരുക്കമാണ് എന്നാണ് CBIയുടെ നിലപാട്. ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യം കോടതിയെ CBI അറിയിക്കുകയും ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ CBI വരുമോ? ഇതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇനി CBI വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഈ SITയുടെ ഉദ്യോഗസ്ഥരെല്ലാം സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്നവരാണ്. അവർക്ക് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് നിലവിലെ അന്വേഷണം നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ നിന്ന് അന്വേഷണം മാറ്റിക്കൊണ്ട് CBIയെ ഏൽപ്പിക്കേണ്ടതുണ്ടോ? CBIയിൽ ഏൽപ്പിക്കണമെന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതുവരെയുള്ള അന്വേഷണം മികവുറ്റ അന്വേഷണമാണ്. പത്മകുമാർ വരെ വന്നല്ലോ. ഇനി അതിൻ്റെ മുകളിലോട്ട് എന്തായാലും 3-4 പേരൂടെ ഉണ്ടാവും. അതാരൊക്കെയാണെന്ന് വരട്ടെ. കാരണം അതിന് ഗവൺമെൻറ് എത്ര സമ്മർദ്ദം പെടുത്തിയാലും ഗവൺമെൻറ്റിൻ്റെ അടുത്തല്ല SIT സമാധാനം പറയേണ്ടത്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ്. അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ DGPയും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാവുന്നതല്ലേ ഉള്ളൂ. അവിടുന്ന് ഒരു സൂപ്പർവൈഷൻ അവരുടെ ആവശ്യമില്ല. കാരണം ഹൈക്കോടതി നേരിട്ടാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇതിനകത്ത് കൈ കടത്തിയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലുണ്ടെങ്കിൽ അവരെ കൂടെ പ്രതി ചേർത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഗട്ട്സ് വേണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്. സാറ് സൂചിപ്പിച്ചതുപോലെ CBI ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കേണ്ട എന്ന് പറയുമ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ തന്നെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. കേസ് ഏറ്റെടുക്കാൻ ഒരുക്കമാണ് എന്നാണ് CBIയുടെയും നിലപാട്. ശരിക്കും CBI വരുന്നതല്ലേ നല്ലത്? എനിക്ക് ആ കാര്യത്തിൽ പ്രതീക്ഷയില്ല. കാരണം ഇവിടെ നേരത്തെ CBI ഏറ്റെടുത്ത പല കേസുകളും ഉണ്ടല്ലോ, അതിനൊന്നും നല്ല രീതിയിലുള്ള റിസൾട്ട് വന്നിട്ടുമില്ല. അതുകൊണ്ട് CBI അവിടെ നിൽക്കട്ടെ. ഇതിപ്പം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ ഈ അന്വേഷണം നടക്കുന്നത്, അതിലപ്പുറത്തോട്ട് നമുക്ക് എന്താണ് ആവശ്യം? അതുകൊണ്ട് CBIക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഈ കേസിനകത്തില്ല. കാരണം ഇപ്പോഴത്തെ അന്വേഷണ ടീം മതിയാവും, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് അതിനുള്ള സമയം കൊടുക്കണം. അതുകൊണ്ട് അവരുടെ മേൽ സർക്കാരിൽ നിന്നൊരു സമ്മർദ്ദം ഇല്ലാതാക്കേണ്ട ചുമതല, ആ വിവരം കോടതി റിപ്പോർട്ട് ചെയ്താൽ കോടതി അത് നോക്കിക്കോളും. ശരിയാണ്, സാർ സൂചിപ്പിച്ചതുപോലെ പല കേസുകളിലും CBI വന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. അത് നമുക്ക് മുന്നിലുണ്ട്. മാസപ്പടി കേസിലും നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. ലാവ്ലിൻ കേസ് ഉൾപ്പെടെ ഉദാഹരണം. അപ്പോൾ CBI വന്നാൽ ഒത്തുകളി ഉണ്ടാകുമോ? അതായത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിൽ കേസ് മുക്കിക്കളയാൻ അല്ലെങ്കിൽ മാസപ്പടി കേസിലൊക്കെ സംഭവിച്ചതുപോലെ ശബരിമല കേസും ആകും എന്നാണോ താങ്കൾ ഉൾപ്പെടെ കരുതുന്നത്? അല്ല, അതൊക്കെ CBI നേരത്തെ അന്വേഷണം ഏറ്റെടുത്തിട്ട് ഒരു റിസൾട്ടും വരാത്ത കേസുകൾ, ധാരാളം കേസുകൾ അങ്ങനെ കേരളത്തിലുണ്ടല്ലോ റിസൾട്ട് വരാതെയുള്ളത്. അതുകൊണ്ട് ഒരു സർവജ്ഞപീഠം കയറിയവരാണ് CBIക്കാരെന്ന് ചിന്തിക്കേണ്ട. അതിലും നല്ല ഇൻവെസ്റ്റിഗേഷൻ അറിയാവുന്നവരും ബെറ്ററായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സും കേരള പോലീസിലുണ്ടല്ലോ. അതുകൊണ്ട് CBIക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ പത്മകുമാറിന്റെ അറസ്റ്റോടെ ശരിക്കും SITയുടെ അന്വേഷണം ഇഴഞ്ഞു. വലിയ വിമർശനം ഉയർന്നപ്പോഴാണ് പങ്കജ് ഭണ്ഡാരിയെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വലിയൊരു അറസ്റ്റൊന്നും നടന്നിരുന്നില്ല. വലിയ വിമർശനമാണ് അതിനെതിരെ ഉയരുകയും ചെയ്തത്. ഹൈക്കോടതി ഉൾപ്പെടെ ഇത് ചോദ്യം ചെയ്തതാണ്. അപ്പോൾ അന്വേഷണ സംഘത്തെ പിന്നിൽ നിന്ന് ചരടിട്ട് വലിക്കുന്നുണ്ടോ? അങ്ങനെ വലിക്കുന്നുണ്ടെങ്കിൽ അതാരായിരിക്കും? ഇല്ല, അവരെ രണ്ടുപേരെയും അറസ്റ്റ്, കാരണം അവർ മോഷ്ടിച്ച സ്വർണം വാങ്ങിച്ചെന്നല്ലേ ഉള്ളൂ. അവർ മോഷണത്തിന് ശബരിമലയിൽ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അവരുടെ അറസ്റ്റ് ചിലപ്പോൾ ഡിലേ വന്നതിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പതുക്കെ മതി, അതായത് കേസിൻ്റെ അന്വേഷണം തീരാറാകുമ്പോൾ മാത്രം മതിയായിരുന്നു. അതേസമയത്ത് അവരെ ഇപ്പോഴും അറസ്റ്റ് കയറി ചെയ്യണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം എത്രത്തോളം
അവർ ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് അന്വേഷണം പൂർത്തിയാകുമ്പോഴേ നമുക്കറിയാനൊക്കെ ഉള്ളൂ. പക്ഷേ ശബരിമലയിൽ നിന്ന് പോയ സ്വർണം അവർ പകരം സ്വർണം അവർ കൊടുത്താണ്. അല്ലാതെ ശബരിമലയിൽ നിന്ന് പോയ ആ ഒറിജിനൽ സാധനങ്ങൾ എവിടെയെന്നാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പം കൊണ്ട് തിരിച്ച് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഒറിജിനൽ സാധനം എങ്ങോട്ട് പോയി, ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയോ, അന്വേഷണം വരാൻ കിടക്കുകയല്ലേ. അതിന് സമയം കൊടുക്കണം SITക്ക്. സമ്മർദ്ദം പല സ്ഥലത്തുനിന്നും വരും. ആ സമ്മർദ്ദകാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ SIT ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണം. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ ബോധ്യപ്പെടുത്തണം. ഇതിനകത്ത് SIT പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം SITയുടെ നിയന്ത്രണം, അന്വേഷണത്തിൻ്റെ ചുമതല നിങ്ങൾക്കാണെങ്കിലും അതിൻ്റെ നിയന്ത്രണം അത് ബോധിപ്പിക്കേണ്ടത് ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതിയിലാണ്, അത് ഗവൺമെൻറ്റിലല്ല. ഗവൺമെൻറ്റിൽ നിന്ന് പല രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാവും, അത് അതിജീവിക്കണം ആ SIT ടീം അതിനകത്ത്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് ആ സർവീസിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. IPS കിട്ടി, നല്ല ഉദ്യോഗസ്ഥനെന്ന പേരുമുണ്ട്, അന്വേഷണം ഒരുവിധമൊക്കെ അറിയാവുന്ന ആളാണെന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആ ടീമിനെ ഒന്നും മാറ്റേണ്ട, CBIയിലിട്ടും പോകണ്ട എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന കഥാപാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിഗ്രഹ കടത്തുകാരുമായി അടുത്ത ബന്ധമുണ്ടോ? അങ്ങനെ സംശയിക്കണോ? നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് സാറിൻ്റെ ഒരു അനുമാനം? ബന്ധം ഉണ്ടെന്ന് തന്നെയാണ്. കാരണം ഡി മണി എന്നൊരാൾ ഇവിടെ വന്നിരിക്കുന്നല്ലോ, 4 വിഗ്രഹങ്ങൾ അവിടെ നിന്ന് കടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്ത് വന്നല്ലോ. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കേന്ദ്ര കഥാപാത്രം തന്നെയാണ്. അയാളെ ശബരിമലയെ കൊണ്ട് മുട്ടിച്ചത് ആരൊക്കെ എയ്റോപ്ലെയിൻ അവിടെ വന്നത്, അതിലേക്ക് നിന്ന് വരെ ഒരു വെളിച്ചം വീശുന്ന തെളിവുകളൊന്നും പുറത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. SITയുടെ കയ്യിൽ ഉണ്ടോയെന്ന് നമുക്കറിയത്തില്ല. ശരിക്കും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള സാധാരണ മോഷണമാണ് എന്നും കൂടുതൽ അന്വേഷണം ആവശ്യമില്ല എന്നും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ തീരുമാനിച്ചു? അതോടെയാണോ ഇപ്പോഴത്തെ SIT അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയത്? അങ്ങനെ സംശയിക്കണോ? സർക്കാരിന് ഇതിനകത്ത് തീരുമാനിക്കാൻ ഒരു അവകാശവും അധികാരമില്ല. ഇവരന്വേഷിക്കുന്ന റിപ്പോർട്ട് സർക്കാരിനും DGPക്കും ആഭ്യന്തര വകുപ്പിനും കൊടുക്കാം. അത് നിയന്ത്രണം അവർക്ക് ഇല്ല ഈ കേസിനകത്ത്. പിന്നെ അവരുടെ ഡയറക്ഷനൊന്നും അനുസരിക്കാനും ഇവർ ബാധ്യസ്ഥരല്ല. ഇവർ സമാധാനം പറയേണ്ട ഡിവിഷൻ ബെഞ്ചിലാണ് സമാധാനം പറയേണ്ടത്, അല്ലാതെ DGPയോട് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോടോ മുഖ്യമന്ത്രിയോടോ അല്ല. ഈ കേസ് നടന്നിട്ട് ഈ സംഭവം ഉണ്ടായിട്ട് അതിന് മുമ്പ് ഇതേ സംബന്ധിക്കുന്ന ഒരു നടപടിയും, മോഷണം പോയോ ഇല്ലയോ, അത് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻ്റലിജൻസിനും അറിയത്തില്ല, സംസ്ഥാന ഇൻ്റലിജൻസിനും അറിയത്തില്ല, ഇവിടുത്തെ ക്രൈം ബ്രാഞ്ചിനും അറിയത്തില്ല, ഇവിടുത്തെ ലോക്കൽ പോലീസിനുമില്ല, ശബരിമല വരുന്ന ലോക്കൽ SHOയ്ക്കും അറിയത്തില്ല. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, ഒരു പോലീസ് ഓഫീസർ ശബരിമലയിൽ, അങ്ങേർക്കും അറിയത്തില്ല. ഹൈക്കോടതിയുടെ പിടി വീണപ്പോഴല്ലേ അങ്ങേര് കൊണ്ടുപോയി ഇന്ന സാധനങ്ങളൊക്കെ കാണാതെ പോയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത്. അതിനു മുമ്പ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് സർക്കാർ ആർക്കാണോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരാ പൂഴ്ത്തി വെച്ചത്? അത് ഗവൺമെൻറ് ആണോ പൂഴ്ത്തി വെച്ചത്, അതോ അന്നത്തെ DGP ആണോ പൂഴ്ത്തി വെച്ചത്? അതൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിലവിലൊരു അന്വേഷണത്തിൽ ബിഗ് ഗൺസ് എന്ന് കോടതി എടുത്തു പറഞ്ഞ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഉൾപ്പെടെ പങ്കു പുറത്തു വരുമോ? ഇനിയെങ്കിലും ആരായിരിക്കും ഒരുപക്ഷെ ഈ ബിഗ് ഗൺസ്? അതിപ്പം സമൂഹത്തിൽ പല ആൾക്കാരുടെയും പേര് പറയുന്നുണ്ട്, ഞാനത് പറയുന്നില്ല. ആ ബിഗ് ഗൺസ് തീർച്ചയായിട്ടും രംഗത്ത് വരും. ഇപ്പം ഈ വിജയദാസ് ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിലേറ്റ് പത്മകുമാറിൻ്റെ കൂടെ ദേവസ്വം ബോർഡ് മെമ്പർമാരായ ഒരാൾ സുപ്രീം കോടതി ഇപ്പം ജാമ്യത്തിന് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ അത് തനിക്ക് ദൂഷ്യകരമാണ്, അത് മാറ്റണം എന്നൊക്കെയുള്ള രീതിയിൽ സുപ്രീം കോടതി പോയിട്ടുണ്ട്. അതൊന്നും അവിടെ സുപ്രീം കോടതി ഇനി ചിലവാകില്ല. ഇവിടെ ഹൈക്കോടതി ഒരു ഡിവിഷൻ ബെഞ്ച് മോണിറ്റർ ചെയ്യുന്ന കേസിനകത്ത് സുപ്രീം കോടതി എന്തിനാണ് ഇടപെടുന്നത്? അവരുടെ നിരീക്ഷണത്തിന് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ? കൃത്യമായിട്ടല്ലേ പറയുന്നത്. ഹൈക്കോടതി ഇപ്പം പറഞ്ഞല്ലോ, അന്വേഷണം അല്പം ഇഴഞ്ഞു നീങ്ങുന്നെന്ന് തോന്നിയില്ല ഹൈക്കോടതിക്ക്. അതിനെന്താ കുഴപ്പം? ഇഴഞ്ഞു നീങ്ങിയല്ലോ. ഇപ്പോൾ അതുകൊണ്ടല്ലേ 2 സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ മേളിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. അങ്ങനെയൊന്നും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരാണെന്ന് പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറയണം. അവർക്കൊന്നും ഇവിടെ റോളില്ലാത്തവർ, എത്ര സീനിയർ ഉദ്യോഗസ്ഥനായാലും അവർക്ക് ഇതിനകത്ത് റോളില്ലല്ലോ. അങ്ങനെ കടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിക്കാൻ കൂട്ടുനിന്നുള്ള വകുപ്പ് കിടപ്പുണ്ടല്ലോ, അതനുസരിച്ച് അവരെ പ്രതിയാക്കാമല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് രാഷ്ട്രീയ നേതാക്കളിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും CPM നേതാക്കളിലേക്ക് എത്താതിരിക്കാൻ. അത് ഒരു പാർട്ടി എന്ന നിലയിൽ അത് സാധ്യത വളരെ കൂടുതലാണ്. അത് അവരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം വന്നോട്ടെ, അത് രാഷ്ട്രീയക്കാർ സാധാരണ ചെയ്യുന്നതല്ലേ. അത് കവച്ചു വെച്ച് അത് ഓവർകം ചെയ്ത് വേണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരു ഭാഗത്ത് EDയുടെ അന്വേഷണം നടക്കുന്നു, മറുഭാഗത്ത് CBIയും വരാൻ റെഡിയായി നിൽക്കുന്നു. പിണറായി സർക്കാരിന് ഒരു ഇരുട്ടടിയാകുമോ
ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്? ഇല്ല, അത് CBI ഇതിനകത്ത് വരേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇഡിയുടെ ആവശ്യമില്ല. ഇഡി നടത്തിക്കോട്ടെ. വിദേശ ഫണ്ട് അല്ലെങ്കിൽ വിദേശ നാണയ വിനിമയ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഡി അന്വേഷിക്കണമല്ലോ. അക്കാര്യത്തിൽ അന്വേഷിച്ചോട്ടെ. ഈ അന്വേഷണത്തിനകത്ത് കൈകടത്താൻ ഇഡിക്ക് അവകാശമില്ല. അവർക്ക് അതിനുള്ള അധികാരവും ഇല്ല. അവർക്ക് വിദേശ നാണയം ഇവിടെ വന്നിട്ടുണ്ടോ, അത് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും, അത് ക്രമവിരുദ്ധമായിട്ടാണോ വന്നിരിക്കുന്നത്, ആ കാര്യം അന്വേഷിക്കട്ടെ. ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നത്. കാരണം ഈ സാധനങ്ങൾ വിദേശത്തേക്ക് കച്ചവടം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണം ചിലപ്പം വിദേശത്ത് നിന്ന് ആർക്കെങ്കിലും അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവാം. അത് പരിശോധിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പൈസ ഇവിടെ ഏതെങ്കിലും അക്കൗണ്ടിൽ വന്ന ശേഷം ഇവിടുത്തെ അവരുടെ പ്രതിനിധി ആ പണം ഇന്ത്യൻ കറൻസി ആയിട്ട് കൊടുത്തിട്ടും ഉണ്ടാവാം. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു അന്വേഷണം ഇഡി നടത്തിക്കോളൂ. പക്ഷേ അത് കേസിനെ ബാധിക്കത്തില്ല, കേസിനെ ബാധിക്കാൻ പാടില്ല. അതൊക്കെ തന്നെയാണല്ലോ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആദ്യം പറഞ്ഞത്. FIR കൊടുക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഇതിനു മുമ്പ് FIR ഒക്കെ വാങ്ങിച്ച പല കേസുകളും ഇപ്പോൾ അതേപടി കിടപ്പുണ്ട്. അപ്പോൾ അത് തെറ്റായാലും ശരിയായാലും ഇഡി അങ്ങനെയുള്ള കേസുകൾ അന്വേഷണം വളരെ ക്വിക്കായിട്ട് നടത്തി അതിനൊരു റിസൾട്ട് വരണ്ടേ. ഒന്നെങ്കിൽ അത് റെഫർ ചെയ്ത് കളയുക, അല്ലെങ്കിൽ അത് ചാർജ് ഷീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അന്വേഷണം വലിച്ചു നീട്ടുന്നത് നല്ലതല്ല. സാർ, ഇവിടെ SIT അന്വേഷിക്കുന്നു, ED അന്വേഷണം തുടങ്ങി, CBI വരാൻ പോകുന്നു. ഇവരൊക്കെ അന്വേഷിച്ചാലും ശബരിമല സ്വർണ്ണക്കൊള്ള ശരിക്കും തെളിയിക്കാൻ പറ്റുമോ? അതോ അയ്യപ്പൻ തന്നെ നേരിട്ടിറങ്ങി കൊള്ളക്കാരെ പിടിക്കേണ്ട അവസ്ഥയുണ്ടാകുമോ? അയ്യപ്പൻ തന്നെ നേരിട്ട് ഇറങ്ങിയെന്ന് ഞാൻ കരുതുന്നത്. അതല്ലേ ഹൈക്കോടതി മുഖേന വന്നത്. ഡിവിഷൻ ബെഞ്ചിൽ കൂടുതൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരാണ് ഡയറക്ഷൻ കൊടുക്കേണ്ടത്? ഹൈക്കോടതി കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. അയ്യപ്പൻ നേരിട്ട് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരെ പിടിക്കാൻ കാരണം. അയ്യപ്പൻ്റെ സ്വത്ത് മോട്ടിച്ചവരെ പിടിച്ചുകൊണ്ട് പോയി. അതിന് കൃത്യമായ നടപടി ഹൈക്കോടതി ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മതി. ഇതിനകത്തൊരു CBI വേണ്ട, ഒരു EDയും ഈ കേസിനെ പറ്റി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇവിടുത്തെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്താൻ കഴിവുള്ളവരാണ്. അവർ നടത്തിക്കൊള്ളും.